അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളുടെ മേൽനോട്ടം വഹിക്കുന്ന ജീവനക്കാരെയാണ് കാലാവധി കഴിഞ്ഞും കായംകുളം നഗരസഭയ്ക്ക് കീഴിൽ നിലനിർത്തിയത്. കഴിഞ്ഞ നവംബറിൽ കാലാവധി പൂർത്തിയാക്കിയ ജീവനക്കാരെ നിലനിർത്തിയത് ഭരണപക്ഷത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. താൽക്കാലിക ജീവനക്കാരെ വീണ്ടും നിയമിക്കാൻ ഭരണപക്ഷം കൊണ്ടുവന്ന അജണ്ട ചർച്ചയ്ക്കെടുക്കാതെയാണ് പാസാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ഭരണപക്ഷത്തു നിന്നും 14 അംഗങ്ങൾ മാത്രം സഭയിൽ ഹാജരായപ്പോൾ പ്രതിപക്ഷത്ത് 20 പേർ ഉണ്ടായിരുന്നു. വോട്ടിംഗിൽ അജണ്ട പാസാകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് നിയമവിരുദ്ധമായി കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതെന്നും UDF അംഗങ്ങൾ പറയുന്നു. ഇന്നത്തെ കൗൺസിലിനകത്ത് 8-9 അജണ്ട കായംകുളം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി എഞ്ചിനീയറെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ജോലിയുടെ കാലാവധി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ അപേക്ഷ കൊടുത്ത് ഈ കാലാവധി പുതുക്കേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഈ കൗൺസിലിനകത്ത് ഈ അജണ്ട കയറി വരികയും ആ അജണ്ട ചർച്ച ചെയ്യുന്ന സമയത്ത് കൗൺസിലർമാർ BJPയുടെ കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും സ്വതന്ത്രമായ കൗൺസിലും അടക്കം അങ്ങനെ താൽക്കാലികമായിട്ട് ജീവനൊക്കെ എടുക്കാനൊക്കുകയില്ലെന്നും ഇത് എംപ്ലോയ്മെൻറ്റ് വഴി എടുക്കണമെന്നുള്ള ആവശ്യം വരികയും ഡെപ്യൂട്ടി ലീഡറായ നവാസ് മുണ്ടകത്തിൽ പോൾ ആവശ്യപ്പെടുകയുണ്ടായി. അവരെ പോൾ ആവശ്യം നിരാകരിച്ചുകൊണ്ട് കൗൺസിൽ പിരിച്ചുവിട്ട് മുന്നോട്ട് പോയി. LDF ഭരിക്കുന്ന നഗരസഭയിൽ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് യാതൊരു ചട്ടങ്ങളും പാലിക്കാതെയാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതെന്നും UDF ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. മലയാളം ന്യൂസ്, ആലപ്പുഴ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.